Hey also, welcome back to my YouTube channel. It's me Sana. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗാണ്. ഹലോ ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹലോ പറ, ഹലോ പറ. പാപ്പി ഇപ്പം വരും. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടി, അതായത് ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡ് സിസ്റ്ററും എൻ്റെ ഹസ്ബൻഡും പിള്ളേരെല്ലാവരും കൂടി നമ്മൾ മലപ്പുറത്ത് നാളൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാൻ തലേ ദിവസം നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസിൻ അവിടെ ഉണ്ട്, മലപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നാളെയാണ് കല്യാണം. നാളത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഭയങ്കര ഹറിബറി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ വന്നേക്കാണ്, അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് എല്ലാവരും കൂടി പോകുന്നതാണ്. ഹലോ എഹാനു, ഹായ് പറ, ഹായ്. വെരി ഗൈസ് പടാ. ബാക്കി പിള്ളേർക്കൊക്കെ മടിയാണ്, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ ധൈര്യശാലി. അപ്പോൾ സോ നമ്മുടെ വീഡിയോസ് ഞാൻ പോണ വഴിയിലൊക്കെ ഇടാം, എല്ലാവരും കാണാം. കീപ്പ് വാച്ചിങ്. ഹായ് പറ, ഹായ് പറ, എല്ലാവരും കാണണമെന്ന് പറ. ഓക്കെ, അപ്പൊ നമുക്ക് സോന. ആര് സോന? സോ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ്. നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ അമ്മമ്മ എവിടെ? അമ്മമ്മ, അമ്മമ്മ എവിടെ? അമ്മമ്മ എവിടെ? ഓണാക്ക് ഓണാക്ക്. ഹായ്. പൊട്ടി 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 പൊട്ടിച്ച്. നീ എവിടെ പോണേ? നീ എവിടെ പോണേ? എവിടെ പോണ്? എവിടെ പോണാറാ? എവിടെ പോണ്? മയ മയ. സോ അങ്ങനെ നമ്മളൊരു 3:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ മഴയായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ മഴ മാറുന്ന ഒരു ഇതും ഞങ്ങൾ കണ്ടില്ല. അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു 3:30 ടൈമിലൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. പോണ വഴിയിലൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും ഈ സ്ട്രെയിറ്റ് ഹൈവേ കൂടെ പോകുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. എനിക്ക് ഈ വളവ് തിരിവൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ തലകറക്കവും വോമിറ്റിങ് അങ്ങനത്തെ ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം പോയ ശേഷം നമ്മൾ ചായയും കടിയും കഴിക്കാൻ വേണ്ടി മലപ്പുറം തന്നെ, എനിക്ക് സ്ഥലം എവിടെയെന്ന് അറിയില്ല എക്സാക്റ്റ്, അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ചായ കുടിച്ചു. അപ്പോഴാണ് പിന്നെ ഒരു ഉഷാറ് തോന്നിയത്. അല്ലെങ്കിൽ എനിക്ക് എന്തൊരു വിമിഷ്ടം പോലെ ആയിരുന്നു, എന്തോ ഛർദ്ദിക്കാൻ വന്നെയൊക്കെ ബുദ്ധിമുട്ട് പോലെ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇത്താത്തേക്ക് വണ്ടി കയറിയപ്പോൾ തൊട്ടുള്ള ഛർദിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മളത് കഴിഞ്ഞ് കടയിൽ ഇറങ്ങി ഒരു പുളിമിഠായി ആൾക്ക് വാങ്ങിച്ചു. പിന്നെ പിള്ളേരല്ലേ, അവർക്ക് എന്തായാലും ഇറങ്ങിയ മിഠായി അവർക്ക് മസ്റ്റാണ്. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു മിഠായി. പോണ വഴിയിലൊക്കെ ചെറുതായിട്ട് മഴ പൊടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ നിൽക്കണതാണ് നല്ലൊരു ഭംഗിയല്ലേ. അപ്പം ഞാനതൊരു ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ അവളുടെ വീട്ടിലെത്തണ മുമ്പായിട്ട് നമ്മൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്തായാലും വീട്ടിൽ പോകണല്ലേ, കുറച്ച് കടികളൊക്കെ വാങ്ങണ്ടേ. അങ്ങനെ നമ്മൾ അവളുടെ വീടുള്ളത് മലപ്പുറം കൊണ്ടോട്ടിയാണ്. നമ്മൾ വന്ന വഴിക്ക് വളാഞ്ചേരിയിലൊക്കെ നല്ല നല്ല കടകൾ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അങ്ങനെ നമ്മൾ അവളുടെ എക്സാക്ട് ലൊക്കേഷനിലെത്തി, വീട്ടിലെത്തി. ഇതാണ് ജസ്റ്റിൻ്റെ അമ്മായിയമ്മ, ഇതാണ് എൻ്റെ കുട്ടി. ഹസ്ബൻഡ് വന്നിട്ടില്ല, ആളൊരു യൂട്യൂബറാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് എല്ലാവരും സംസാരിച്ച് കുറച്ച് കുശലം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ആൾ വന്നു, ഹസ്ബൻഡ് വന്നു, ഫുഡ് കൊണ്ടുവന്നു. അതൊന്നും ഞാൻ എടുത്തില്ല, അതൊക്കെ നമ്മുടെ പ്രൈവസി എന്നുള്ള വിദ്യച്ച് ഞാൻ ഫുൾ അങ്ങനെയൊന്നും എടുത്തില്ല. ഇങ്ങനെ ക്യാമറയായിട്ട് എല്ലാവരും മുന്നിൽ വരാല്ലേ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടക്കാനുള്ളതിലായിരുന്നു. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗ് എന്തായാലും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.